ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രൈ കളർ ക്രിസ്മസ് സ്റ്റാർ ആണ്. വളരെ ഈസിയാണ്, വളരെ മനോഹരമാണ്. അപ്പം ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ആദ്യം വേണ്ടത് വൈറ്റ് യാൺ ആണ്. അപ്പോൾ നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കാം. അതിന് ശേഷം 3 ചെയിൻ, ഈ 3 ചെയിൻ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ കൂട്ടുന്നതാണ്. ടോട്ടൽ 5 പെറ്റലാണ് സ്റ്റാറിന് വേണ്ടത്. അതിനകത്ത് ഓരോ പെറ്റലും 3 ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മുടെ ചെയിനാണ്. പിന്നെ 2 ഡബിൾ ക്രോഷ്യയും കൂടെ നമുക്ക് ഈ പെറ്റലിന് വേണം. ഇനി ചെയിൻ 2, അതിന് ശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഇതുപോലെ 3 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യണം. ടോട്ടൽ 5 പെറ്റൽസ് ആണ് വേണ്ടത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന 5 പെറ്റൽസ്. 5ാമത്തെ പെറ്റലും കൂടെ കഴിഞ്ഞിട്ട് 2 ചെയിനും കൂടെ ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. യാൺ ഒന്ന് ടൈറ്റ് ചെയ്ത് സെക്യൂർ ആക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഗ്രീൻ കളർ യാൺ എടുക്കാം. ഇനി നമുക്കൊരു നോട്ട് കൊടുത്തിട്ട് ഇത് വൈറ്റിൻ്റെ സ്പേസ് ഉള്ള ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3 ചെയിനാണ് വേണ്ടത്. 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തിട്ട് ആദ്യത്തെ പെറ്റൽ റെഡിയാക്കാം. അതിനുശേഷം 2 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു പെറ്റലും കൂടെ റെഡിയാക്കാം. അപ്പോൾ ഒരു സ്പേസിനകത്ത് 2 പെറ്റലാണ് വരേണ്ടത്. സ്പേസിനകത്ത് സ്പേസ് തികയുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലൊന്ന് സൈഡിലേക്ക് വലിച്ചു പിടിച്ചാൽ മതി. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ അതേ സ്പേസ് തന്നെ ചെയ്യേണ്ടതാണ്. എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യയാണ് വേണ്ടത്. ഒരു സ്പേസിൽ ടോട്ടൽ 6 DC ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് അടുത്ത സ്പേസിലേക്ക് DC ചെയ്യാൻ ആരംഭിക്കുക. 3 DC, 2 ചെയിൻ, 3 DC, ഇങ്ങനെ നമുക്ക് ഫുള്ള് ചെയ്തെടുത്തതിന് ശേഷം ജോയിൻ ചെയ്യാം. ഇവിടുന്ന് യാൺ കട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ വരെ എത്തിയതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്ത കളർ നമുക്ക് അവിടുന്ന് തന്നെ ജോയിൻ ചെയ്യാം. റെഡ് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിങ്ങനെ മേളിലേക്ക് വലുതായിട്ട് വരണം. അപ്പോൾ ആദ്യം നമുക്കൊരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അതിന് ശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നാൽ നീഡിലുള്ള 3 യാണിൽ കൂടി നമ്മൾ ഒന്നിച്ച് വലിച്ചെടുക്കും. ഇനി ചെയ്യേണ്ട ഡബിൾ ക്രോഷ്യയാണ്. ഡബിൾ ക്രോഷ്യ എന്നാൽ നമ്മൾ ഈ 3 സ്റ്റിച്ചിനകത്ത് 2 സ്റ്റിച്ച് കൂടെ ആദ്യം എടുക്കും, പിന്നെ 2 സ്റ്റിച്ചിലൂടെ വീണ്ടും. അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചുറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 4 സ്റ്റിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ 2 സ്റ്റിച്ച്, വീണ്ടും 2 സ്റ്റിച്ച്, വീണ്ടും 2 സ്റ്റിച്ച് എന്ന നിലയിൽ നമ്മൾ യാൺ വലിച്ചെടുക്കണം. ഇനി ചെയിൻ 2 ആണ് വരുന്നത്. അതിന് ശേഷം നമുക്കിതെല്ലാം തിരിച്ച് വരും. ഇനി ആദ്യം ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്രോഷ്യയാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് വലുതായിട്ട് ചെറുതായി പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചുറ്റിയെടുക്കും. അതിന് ശേഷം 2 2 2 എന്നുള്ള രീതിയിൽ നമ്മൾ യാൺ വലിച്ചെടുക്കും. പിന്നെ വരുന്നത് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ നമ്മൾക്ക് 2 2 എന്നുള്ള രീതിയിൽ സ്റ്റിച്ചിൽ കൂടെ വലിച്ചെടുക്കണം. പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ വരും. അതിനകത്ത് നമ്മൾ 3 സ്റ്റിച്ചുള്ള 3നകത്ത് കൂടെ ഒന്നിച്ച് നമ്മൾ യാൺ വലിച്ചെടുക്കണം. ഇനിയുള്ളത് സിംഗിൾ ക്രോഷ്യയാണ്. അതിനകത്തൂടെ നമ്മൾ 2 യാണേ ഉള്ളൂ ഒന്നിച്ച് വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത സ്പേസിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അതിനുശേഷം അടുത്ത പെറ്റലിലേക്ക് പോകാം, അടുത്ത സ്പേസിലേക്ക് പോകാം. അവിടെ നമുക്കത് സെയിം ആണ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് എല്ലാ വശവും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് വരണം. SC, HDC, DC, TC ചെയ്തിട്ട് 2 സ്പേസ് ചെയിൻ, വീണ്ടും അവിടുന്ന് തിരിച്ച് TC, DC, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, ഇങ്ങനെ ചെയ്തിട്ട് അടുത്ത് വരുന്ന സ്പേസിനകത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ചെയ്ത് തീർത്തിട്ട് വരാം. അഞ്ച് വശവും നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. റെഡ് യാൺ കഴിഞ്ഞു. ഇനി വേണ്ടത് വൈറ്റ് യാൺ ആണ്. സ്റ്റാറിൻ്റെ ഏറ്റവും പുറത്തൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വൈറ്റ് യാൺ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് യാൺ ഇതിനകത്തൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ എത്തുന്നത് വരെ ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു പോയിൻറ്റഡ് പാർട്ട് വേണം സ്റ്റാറായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം താഴേക്ക് വന്നിട്ട് അതിൻ്റെ 2 സ്റ്റിച്ചിനകത്തൂടെയും പോയിട്ട് യാൺ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഉണ്ടാക്കാം. അതിന് ശേഷം സാധാരണ പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോയാൽ മതി.
ഇങ്ങനെ ചെയ്യാൻ കിട്ടാത്തവർ 2 ഡബിൾ ക്രോഷ്യ ചെയ്താലും മതി ഈ സ്പേസിനകത്ത്. അതിനുശേഷം നമ്മൾക്ക് സാധാരണ പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് വരാം. ഏറ്റവും താഴെ എത്തുമ്പോഴത്തേക്ക് ആ ജോയിൻറ്റിൽ ഒരു സ്പ്ലിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം നന്നായിട്ട് ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് കവർ ചെയ്ത് വന്നു. അപ്പോൾ നല്ല ആ ഒരു എടുപ്പ് വരുന്നത് ആ വൈറ്റും കൂടെ വന്നതിന് ശേഷമാണ്. ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഹാങ്ങിങ്ങും കൂടെ കൊടുക്കാം. അതിന് നമുക്ക് ആവശ്യത്തിന് ചെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് താഴെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പം വളരെ ഈസിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം.